യേശുവേ സ്തോത്രം. ഞാൻ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ IMSMയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 2 അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു. ഒന്ന്, എൻ്റെ ഭവനം. ഞാൻ IMSMയോട് പ്രാർത്ഥിച്ചു, ജപമാലയോടെ പ്രാർത്ഥിച്ചു, എനിക്ക് ആ ഭവനം കിട്ടി. രണ്ടാമത്, എനിക്ക് IMSM ഒരു ജീവിത പങ്കാളിയെ തന്നു. ഞാൻ മാമോദിസ മുങ്ങി എനിക്കൊരു ക്രിസ്തുവിനെയാണ് എനിക്ക് ജീവിത പങ്കാളിയെ കിട്ടിയത്. ഞാൻ മാമോദിസ മുങ്ങി എനിക്ക് അതിലൂടെ ഒരു ജീവിത പങ്കാളിയെ, നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈശോയും അമ്മയും കൂടി എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണത്. ഈശോയോടും അമ്മയോടും 1000 നന്ദി. അതിനി എനിക്ക് ഈ IMSലേക്ക് വരാനായിട്ട് വഴി കാണിച്ചു തന്ന ഷിജി എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ടായിരുന്നതാണ്. ആ കൂട്ടായ്മയിൽ കൂടിയാണ് ഷിജിയോട് പരിചയപ്പെട്ടാണ് ഞാൻ IMSൽ വന്നത്. ആ ഷിജിക്കും ഞാൻ നന്ദി പറയുന്നത്. എന്നെ അമ്മയുടെ സന്നിധിത്തിൽ എത്തിച്ചതിന് ഷിജിയോട് ഞാൻ നന്ദി പറയുകയാണ്. IMSമ്മയോടും പ്രശാന്തച്ചനോടും ഈ ഇരിക്കുന്ന കൂട്ടായ്മയിലെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായം 2-ാം തിരുവചനം ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു: ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമലുകൾ കടിപ്പിക്കുകയും ചെയ്യും. ശശികല ഹൈന്ദവ കുടുംബത്തിലെ അംഗമായിരുന്നു. ഒരു കമ്പനിയിലെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഒരിക്കൽ ഷിജി എന്ന സഹോദരിയെ കണ്ടുമുട്ടുകയും ആ മകളുമായി അവിടെ ആവശ്യങ്ങൾ പറഞ്ഞു. എനിക്ക് ക്രിസ്ത്യാനിയാകണം, അതുപോലെ തന്നെ എനിക്കൊരു വീടും ജീവിത പങ്കാളിയും ലഭിക്കണമെന്നും പറഞ്ഞു. ഷിജി എന്ന സഹോദരി ശശിയോട് പറഞ്ഞു IMSമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മാമോദിസ സ്വീകരിക്കുകയും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുകയും അതുപോലെ തന്നെ നല്ലൊരു വീട് പണിയുകയും ചെയ്യാൻ സാധിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് IMSമ്മയും തൻ്റെ തിരുക്കുമാരനും കോടാരിനോട് നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ഒരു നിമിഷം ഈ മകൾക്ക് ലഭിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.